Hi everyone, welcome back to my class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കോഡ് ഓഫ് എത്തിക്സ് ഫോർ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന കോഡ് ഓഫ് എത്തിക്സ്, ധാർമ്മിക സംഹിതകൾ എന്തൊക്കെയാണ്, അവരുടെ സോഷ്യൽ വർക്ക് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്ന കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർമാർക്കായിട്ടുള്ള നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ അഥവാ നാപ്സി രൂപപ്പെടുത്തിയ ധാർമ്മിക നിയമ സംഹിത അഥവാ കോഡ് ഓഫ് എത്തിക്സ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അഥവാ സോഷ്യൽ വർക്കിന്റെ വിവിധ മേഖലകളിൽ ധാർമ്മികവും പ്രൊഫഷണലുമായിട്ടുള്ള പെരുമാറ്റം ഉറപ്പാക്കുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. അപ്പോ സാമൂഹ്യ പ്രവർത്തകരുടെ വൈവിധ്യമാർന്ന ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും ഉൾക്കൊള്ളുന്നതിനായിട്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേക മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ നാപ്സി കൊണ്ടുവന്നിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സിന്റെ എത്തിക്സിൽ പറയുന്ന ഡിഫറെന്റ് മേഖലകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. The Code of Ethics for Professional Social Workers in India, as outlined by the National Association of Professional Social Workers in India, NAPSI, provide comprehensive guidelines to ensure ethical and professional conduct across various domains of social work practice. These guidelines are categorized into specific areas to cover the diverse responsibilities and interactions of social workers. അപ്പോൾ നാപ്സി കൊണ്ടുവന്നിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സിനകത്ത് പറയുന്ന ഡിഫറെന്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് കാര്യം നമുക്ക് നോക്കാം. എന്തിനാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാല് എന്താണ് സോഷ്യൽ വർക്കേഴ്സിന്, ഇന്ത്യയിലെ സോഷ്യൽ വർക്കർമാർക്ക് എന്താ അവർക്ക് ധാർമ്മികവും പ്രൊഫഷണലുമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉറപ്പാക്കുന്നതിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നാപ്സി ഈ കോഡ് ഓഫ് എത്തിക്സിലൂടെ എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത്. അപ്പോ നാപ്സി അഥവാ എന്താണ് നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ കൊണ്ടുവന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്ന കോഡ് ഓഫ് എത്തിക്സിൽ വിവരിക്കുന്ന ഡിഫറെന്റ് ഏരിയാസ് എന്തൊക്കെയെന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ത്യയിലെ സാമൂഹിക പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ ധാർമ്മികവും ഒരു പ്രൊഫഷണലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു ബിഹേവിയർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളായിരുന്നു നാപ്സി കോഡ് ഓഫ് എത്തിക്സിലൂടെ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ കോഡ് ഓഫ് എത്തിക്സില് നിരവധി ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ വർക്കേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട നിരവധി ഏരിയകളെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട്. പ്രധാനമായും ഏകദേശം 11ഓളം ഏരിയാസ് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അത്തരം ഏരിയാസിൽ സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു മാർഗനിർദ്ദേശങ്ങൾ നാപ്സി ഈ കോഡ് ഓഫ് എത്തിക്സിലൂടെ മുന്നോട്ട് വെച്ചു. അപ്പോൾ നാപ്സിന്റെ കോഡ് ഓഫ് എത്തിക്സിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഡിഫറെന്റ് ഏരിയാസ് എന്തൊക്കെയാണ്, ആ ഏരിയാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 11ഓളം ഏരിയാസ് നാപ്സി ഈ കോഡ് ഓഫ് എത്തിക്സിനകത്ത് ഉൾപ്പെടുത്തി ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ട വിവിധ ധാർമ്മികവും ഒരു പെരുമാറ്റ രീതികളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിഫറെന്റ് ഏരിയാസുകൾ ഏകദേശം 11ഓളം ഡിഫറെന്റ് ഏരിയാസുകൾ നാപ്സി ഈ കോഡ് ഓഫ് എത്തിക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ടുവേർഡ്സ് ക്ലയന്റ് എന്നുള്ളതാണ്. അതായത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ തന്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ പെരുമാറിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ക്ലയന്റിനോടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഒരു സോഷ്യൽ വർക്കേഴ്സിന് തന്റെ ക്ലയന്റിനോടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒന്നാമത്തെ ഏരിയ ടുവേർഡ്സ് ക്ലയന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ സോഷ്യൽ വർക്കേഴ്സ് must prioritize the well-being of clients and act in their best interest while respecting their right to self-determination and autonomy. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകര് ക്ലയന്റുകളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുകയും അവരുടെ സ്വയം അവരുടെ നിർണായക അവകാശത്തിന് വേണ്ടിയിട്ട് അവരെ പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. Okay, so the primary responsibility of social workers is to support and empower clients എന്നതാണ്. അപ്പോൾ ടുവേർഡ്സ് ക്ലയൻസ് എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു പ്രധാന ഏരിയയാണ് ടുവേർഡ്സ് ക്ലയന്റ് അല്ലെങ്കിൽ ക്ലയന്റുമായിട്ട് ഇടപഴകുന്നത്. അപ്പോൾ ഈ ക്ലയന്റ് ക്ഷേമം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ ക്ലയന്റുകളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകി അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ആൻഡ് എംപവർ ക്ലയന്റ്സ്, ഹെൽപ്പിംഗ് ദ മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ആൻഡ് നാവിഗേറ്റ് ചാലഞ്ചസ്. അപ്പോൾ
ക്ലയന്റിനെ എന്ത് ചെയ്യുക, അവർക്ക് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുകയും അവരെ വെല്ലുവിളികളെ നേരിടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെല്ലുവിളികൾ അവർ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക. ഇതുപോലെ ക്ലയന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടുവേർഡ്സ് ക്ലയന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലയന്റുമായിട്ട് നല്ല രീതിക്ക് അല്ലെങ്കിൽ ക്ലയന്റിന് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാതെ വരികയാണെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ ചില കോൺസിക്വൻസസ് ഒക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് സാമൂഹ്യ പ്രവർത്തകരും ക്ലയന്റും തമ്മിലുള്ള ഒരു വിശ്വാസ കുറവുണ്ടാകാം. അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം കാരണമോ അല്ലെങ്കിൽ അവരുടെ അതോറിറ്റിയുടെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹാം ടു ക്ലയൻസ് ഡ്യൂ ടു മിസ്യൂസ് ഓഫ് അതോറിറ്റി ഓഫ് ഫെയിലിയർ ടു റെസ്പെക്ട് ദെയർ ഓട്ടോണമി. അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഇപ്പൊ ലീഗൽ റിപ്പർക്കേഷൻ ഇഫ് ക്ലയൻസ് റൈറ്റ്സ് ആർ വയലേറ്റഡ്. അപ്പൊ ക്ലയന്റുകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാം സോഷ്യൽ വർക്കേഴ്സ്. അപ്പോ പ്രധാനമായും നാപ്സി മുന്നോട്ട് വെച്ച കോഡ് ഓഫ് എത്തിക്സിൽ ഏകദേശം 11ഓളം ഏരിയാസിനെ കുറിച്ച്, സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന 11ഓളം ഏരിയാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ടുവേർഡ്സ് ക്ലയന്റ് എന്നുള്ളത്. അപ്പൊ ക്ലയന്റുകളുടെ ക്ഷേമമാണ്, തന്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റിന്റെ ക്ഷേമമാണ് ഏതൊരു സോഷ്യൽ വർക്കറുടെയും പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ അവരെ വെല്ലുവിളികളിൽ നിന്ന് അവരെ മുക്തരാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സഹായം കൊടുക്കുക, അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട ഹെൽപ്പ് കൊടുക്കുക, ഇതൊക്കെയാണ് ക്ലയന്റിന്റെ ക്ഷേമവുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ക്ലയന്റിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് പല അനന്തര ഫലങ്ങളും നേരിടേണ്ടതായിട്ട് വരാം. അതായത് ക്ലയന്റും സോഷ്യൽ വർക്കേഴ്സും തമ്മിലുള്ള ഒരു വിശ്വാസക്കുറവ് അവിടെ ഉണ്ടാകാം. അതുപോലെ തന്നെ തന്റെ അധികാര ദുർവിനിയോഗവും ഒക്കെ അവിടെ, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ വർക്കറിന്റെ അധികാര ദുർവിനിയോഗവും, അതായത് ക്ലയന്റുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവരോട്, അതായത് ഇപ്പോ എന്തെങ്കിലും അവരോട് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കാശ് വാങ്ങിക്കുക, അല്ലെങ്കിൽ മീൻസ് പ്രൊഫഷണൽ ഫീ അല്ലാണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാശുകൾ വാങ്ങുക, അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അധികാര ദുർവിനിയോഗമാണ്. ആ ഒരു ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് ഓർഗനൈസേഷൻസിൽ പ്രവർത്തിക്കുന്നു, സ്കൂളിലോ ഹോസ്പിറ്റൽസിലോ അവിടെയൊക്കെ അല്ലെ. അപ്പം ആ ഒരു ഓർഗനൈസേഷനിൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു അധികാരത്തെ, സോഷ്യൽ വർക്കർ എന്നുള്ള അവരുടെ ആ ഒരു അധികാരത്തെ അവരവിടെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അത്തരം ഒരു നെഗറ്റീവ് ഇഫക്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നിയമപരമായിട്ട് ക്ലയന്റുകളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ ഒരു സോഷ്യൽ വർക്കറിന് കഴിഞ്ഞില്ല, അവരുടെ അവകാശ ലംഘനമാണ് ആ ഒരു സോഷ്യൽ വർക്കർ നടത്തുന്നതെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ ആ സോഷ്യൽ വർക്കർ ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ ക്ലയന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ക്ലയന്റുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു സോഷ്യൽ വർക്കർക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയെന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊമോട്ട് വെൽ ബീയിങ് എന്നുള്ളതാണ്. എന്താണ് പ്രൊമോട്ട് വെൽ ബീയിങ് എന്നുള്ളത്? അതായത് സോഷ്യൽ വർക്കർ ഷുഡ് എൻഷുർ ദ വെൽ ബീയിങ് ഓഫ് ക്ലയന്റ്സ് ഈസ് എ പ്രയോറിറ്റി, ബാലൻസിങ് ദിസ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ പാർട്ടീസ് വെയർ നെസസറി. അതായത് സാമൂഹ്യ പ്രവർത്തകർ ക്ലയന്റുകളുടെ ക്ഷേമം ഒരു മുൻഗണനയായിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. ആവശ്യമെങ്കിൽ മറ്റു കക്ഷികളുടെ താല്പര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അവർ തന്നെ ക്ലയന്റിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് റെസ്പെക്ട് ഓട്ടോണമി എന്നുള്ളതാണ്. ദേ മസ്റ്റ് റെസ്പെക്ട് ആൻഡ് പ്രൊമോട്ട് ക്ലയന്റ്സ് റൈറ്റ് ടു മേക്ക് ഇൻഫോർംഡ് ഡിസിഷൻസ് അബൌട്ട് ദെയർ ഓൺ. അതായത് ക്ലയന്റ്സിന്റെ അവിടെ ഒരു ഓട്ടോണമി എന്ത് ചെയ്യുക, എപ്പോഴും ഒരു സോഷ്യൽ വർക്കർ ക്ലയന്റുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ഓട്ടോണമിയെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിനനുസരിച്ചിട്ട് അവരുടെ ഓട്ടോണമിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെടുത്തിയിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയാണ് ഒരു സോഷ്യൽ വർക്കർ എപ്പോഴും ചെയ്യേണ്ടത്. ഓക്കെ. അല്ലാണ്ട് അവരുടെ ലൈഫുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രശ്നത്തില് ഇതാണോ തന്റെ പ്രശ്നം, എങ്കിൽ താൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ക്ലയന്റിനോട് സോഷ്യൽ വർക്കർ ഒരിക്കലും തന്റെ ഡിസിഷൻ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മറിച്ച് അവരെ അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ തനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാൻ കഴിയും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു കാര്യത്തെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവ് സൈഡൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കാനാണ് എപ്പോഴും ചെയ്യേണ്ടത് ഒരു സോഷ്യൽ വർക്കർ ശ്രമിക്കേണ്ടത്. അങ്ങനെ ക്ലയന്റിന്റെ ഒരു ഓട്ടോണമി എപ്പോഴും എന്ത് ചെയ്യണം, സോഷ്യൽ വർക്കർ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് മറ്റൊന്ന് കോൺഫിഡൻഷ്യാലിറ്റി ആണ്.
അതായത് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സേഫ് ഗാർഡിംഗ് ദ പ്രൈവസി ഓഫ് ക്ലയൻസ് ഈസ് എസെൻഷ്യൽ ആൻഡ് ഇൻഫർമേഷൻ ഷുഡ് ബി ഓൺലി ബി ഷെയർഡ് വിത്ത് കൺസെന്റ് ഓർ അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ. അതായത് കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് രഹസ്യാത്മകത. ക്ലയന്റുകളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് അതിന് സോഷ്യൽ വർക്കറുടെ ഉത്തരവാദിത്തമാണ്, അത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ വിവരങ്ങൾ ക്ലയന്റ് തന്നോട് ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു സോഷ്യൽ വർക്കർ മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും സൂക്ഷിക്കണം എന്നതാണ് പറയുന്ന. അവോയ്ഡ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. അതായത് സോഷ്യൽ വർക്കർ ഷുഡ് ബി വിജിലന്റ് ടു അവോയ്ഡ് സിറ്റുവേഷൻസ് ദാറ്റ് കുഡ് ഇംപെയർ their professional judgment. അതായത് ഒരു എന്താണ് ക്ലയൻസിന്റെ ഒരു കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുവാണ്, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് ഏതെങ്കിലും ക്ലയൻസിന് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലയന്റ് തന്നെ മുന്നിൽ വന്നിരിക്കുന്നു, ആ ക്ലയന്റിന് എന്താണ് അവരുടെ അഡ്വാൻസിയായിട്ട് പ്രശ്നമുണ്ട്, അവർ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ദമ്പതികളാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്, ഹസ്ബൻഡ് വൈഫ് എപ്പോഴും അവർ കോൺഫ്ലിക്റ്റ് എപ്പോഴും തർക്കങ്ങളാണ്. അപ്പോ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ആ ക്ലയൻസ് അവരെങ്ങനെ തർക്കം ഉണ്ടാക്കുന്നതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരുടെ തർക്കം ഒഴിവാക്കുന്ന തരത്തിൽ എന്ത് ചെയ്യുക, പെരുമാറണം. അപ്പൊ സോഷ്യൽ വർക്കർ ഷുഡ് ബി വിജിലന്റ് ടു അവോയ്ഡ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ വർക്കറെ എപ്പോഴും തന്റെ ക്ലയന്റ് താനുമായിട്ട് ഒരു നല്ലൊരു സിങ്ക് മെയിൻറ്റെയിൻ, നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, അതായത് സോഷ്യൽ വർക്കർ എപ്പോഴും തന്നെ ക്ലയന്റിനോട് ഒരു സിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുമ്പോൾ ക്ലയന്റ് സോഷ്യൽ വർക്കറിലെ ഒരു വിശ്വാസ്യത പുലർത്തുകയും സോഷ്യൽ വർക്കർ ചോദിക്കുന്നതിനുള്ള ആൻസറൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സിങ്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. മറിച്ച് ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ സോഷ്യൽ വർക്കേഴ്സ് പറയുന്നത് ക്ലയന്റ് മനസ്സിലാവണമെന്നില്ല, ക്ലയന്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഉണ്ടാകാം, പല സാഹചര്യങ്ങളനുസരിച്ച് പല രീതിക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം. അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് എന്താണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ടു ബി ക്ലയന്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ വർക്കർ എന്താണ് ചെയ്യേണ്ടത്, അവർ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്, ഇവിടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നാപ്സി മുന്നോട്ട് വെച്ച കോഡ് ഓഫ് എത്തിക്സിലെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കൊളാക്സ് എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹിക പ്രവർത്തകര് തന്റെ കൂടെ പ്രവർത്തിക്കുന്ന കൊളാക്സ് അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് അവരോട് ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ഇടപഴകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊളൈറ്റ്സിന്റെ അവരുടെ ഇടപെടലുകൾ പ്രൊഫഷണലും അതുപോലെ തന്നെ പിന്തുണ നൽകുന്നതുമാണ് എന്ന് എപ്പോഴും ഒരു സോഷ്യൽ വർക്കർ ഉറപ്പാക്കണം. സഹപ്രവർത്തകരുമായിട്ടുള്ള പോസിറ്റീവും ധാർമ്മികവുമായുള്ള ബന്ധങ്ങള് ക്ലയന്റുകൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്ലയന്റുകൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് നല്ല രീതിക്ക് പ്രൊഫഷണലുമായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊളൈക്സുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പ്രൊഫഷണൽ ബന്ധങ്ങളുടെ വിശ്വാസ്യതകളൊക്കെ തകർന്നു പോകാം. അതുപോലെ തന്നെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റുകൾ എമർജ് ചെയ്യാം. സാമൂഹ്യ പ്രവർത്തകന്റെ പ്രൊഫഷണൽ പ്രശസ്തിക്ക് ചിലപ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കിയേക്കാം. ഇത്തരത്തിലുള്ള കൊളാക്സ് തമ്മിലുള്ള ഒരു ക്ലാഷ് എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷണൽ റെപ്യൂട്ടേഷനെ അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുക. ഇതുപോലുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും. അതായത് കൊളൈറ്റ്സുമായിട്ട് നല്ല രീതിക്ക് മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ വർക്കർ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളാണ് പറഞ്ഞത്. Okay. So social workers must engage with the colleagues respectfully and collaboratively, ensuring that their interaction and profession and supporting. For positive and ethical relationship with the colleagues foster a collaborative environment that enhance the quality of service provided to client. എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാകുന്നത്? ബ്രേക്ക് ഡൗൺ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആൻഡ് ട്രസ്റ്റ്, disruption in service delivery due to conflict of unethical practices, damage to the professional reputation of the social workers. But towards professional കൊളൈക്സുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സണൽ റെസ്പെക്ട് ആൻഡ് ഫെയർനെസ്. എന്താണ് റെസ്പെക്ട് ആൻഡ് ഫെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ട്രീറ്റ് കൊളൈക്സ് വിത്ത് റെസ്പെക്ട്, recognizing their professional expertise and contributions. അതായത് സഹപ്രവർത്തകരോട് ബഹുമാനത്തോടെ പെരുമാറുക, അവരുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യവും സംഭാവനകളും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന് കോൺഫിഡൻഷ്യാലിറ്റി.
എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി റിഗാർഡിംഗ് ഇൻഫർമേഷൻ ഷെയർഡ് ബൈ കൊളീഗ്സ്. അതായത് സഹപ്രവർത്തകർ പങ്കിടുന്ന വിവരങ്ങളുടെ രഹസ്യാത്മകത എപ്പോഴും നിലനിർത്തണം. And third one, cooperation. Collaborate with the colleagues to ensure effective service delivery and support the well-being of client. അതായത് എന്ത് ചെയ്യുക, ഫലപ്രദമായ സേവനം നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യുക, തന്റെ കൊളീഗ്സുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഒരു സോഷ്യൽ വർക്കറിന്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കോപ്പറേഷൻ ആവശ്യമാണ്, അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാം. നെക്സ്റ്റ്, എത്തിക്കൽ കണ്ടക്ട്. എന്താണ് എത്തിക്കൽ കണ്ടക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാർമ്മികമായിട്ടുള്ള പെരുമാറ്റം എന്നുള്ളതാണ്. Take appropriate action to address unethical behavior among colleagues. അതായത് സഹപ്രവർത്തകർക്കിടയിലെ ധാർമ്മികമല്ലാത്ത പെരുമാറ്റം പരിഹരിക്കുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് മറ്റൊരു ഉത്തരവാദിത്തമാണ്. അപ്പൊ ടു ബി പ്രൊഫഷണൽ കൊളാക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന് ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? റെസ്പെക്ട് ആൻഡ് ഫെയർനെസ്, കോൺഫിഡൻഷ്യാലിറ്റി, കോർപ്പറേഷൻ, എത്തിക്കൽ കണ്ടക്ട്. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ടുവേർഡ്സ് പ്രാക്ടീസ് സെറ്റിംഗ്സ് എന്നാണ്. അതായത് പരിശീലന ക്രമീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ വർക്കേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട എത്തിക്കൽ കോഡ്സ് ഓഫ് എത്തിക്സ് എന്തൊക്കെയെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് മസ്റ്റ് അഡ്ഹിയർ ടു എത്തിക്കൽ പ്രാക്ടീസസ് within their work settings, promoting integrity and compliance with professional standards. By maintaining high ethical standards in practice settings ensure the integrity of the service provided and fosters a professional environment. അതായത് സാമൂഹ്യ പ്രവർത്തകർ അവരുടെ ജോലി സാഹചര്യത്തില് അവരുടെ പ്രൊഫഷണൽ സെറ്റിംഗ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ധാർമ്മിക രീതികൾ പാലിക്കണം. അതുവഴി സത്യസന്ധതയും പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് പ്രായോഗിക സാഹചര്യത്തിൽ ഉയർന്ന ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് അത് അവരുടെ സമഗ്രത, ആ സോഷ്യൽ വർക്കേഴ്സിന്റെ സമഗ്രതയെ ഉറപ്പാക്കുകയും ഒരു പ്രൊഫഷണൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയും. സോ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന സോഷ്യൽ വർക്കേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ഓഫ് സർവീസ് ക്വാളിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതായത് സേവന നിലവാരത്തിന്റെയും സോഷ്യൽ വർക്കേഴ്സ് കൊടുക്കുന്ന സർവീസിന്റെ നിലവാരത്തെയും സത്യസന്ധതയും നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അതുപോലെ തന്നെ അച്ചടക്ക നടപടികളിലേക്ക് നയിക്കുന്ന നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള ചില ലംഘനങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ക്ലയന്റുകളിൽ നിന്ന് സമൂഹത്തിൽ നിന്നുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം. അത്തരത്തിലുള്ള നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാകാം. പ്രാക്ടീസ് സെറ്റിംഗ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ല രീതിക്ക് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് ധാർമ്മികപരമായിട്ട് അപ്പൊ അത്തരത്തിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തകർ എന്താണ് അവർ ഒരുപാട് കോൺസിക്വൻസസ്, ഇതുപോലുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. നെക്സ്റ്റ്, കീ റെസ്പോൺസിബിലിറ്റീസ്. ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ വർക്കേഴ്സ് ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അപ്ഹോൾഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ് അപ്ഹോൾഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എൻഷുർ ദാറ്റ് organizational practices align with ethical standards and address any conflict that arises. അതായത് ധാർമ്മിക മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ സ്ഥാപനപരമായ രീതികൾ ധാർമ്മിക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ഉയർന്നു വരുന്ന ഏതൊരു സംഘർഷവും പരിഹരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി. പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ മേഖലയിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടാക്കുക എന്നതാണ്. ജോലി സ്ഥലത്ത് സാമൂഹ്യ പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്നതാണ്. സോഷ്യൽ വർക്കേഴ്സ് ഷുഡ് ബി അക്കൗണ്ടബിൾ ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് വിത്തിൻ ദ വർക്ക് പ്ലേസ്. തേർഡ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ എന്നുള്ളതാണ്. രഹസ്യാത്മകതയും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻസ് ensure accurate and secure documentation of clients' interactions respecting confidentiality. രഹസ്യാത്മകതയെ മാനിച്ചുകൊണ്ട് ക്ലയന്റ് ഇടപെടലുകളുടെ കൃത്യവും സുരക്ഷിതവുമായ ഡോക്യുമെന്റേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് സെറ്റിംഗ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സോഷ്യൽ വർക്കേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്തങ്ങളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ്? അപ്ഹോൾഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ടുവേർഡ്സ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത, അതുപോലെ നീതി, ഉത്തരവാദിത്വം എന്നിവയുൾപ്പെടെയുള്ള ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കും. നൈതികമായിട്ടുള്ള സ്വയം തൊഴിൽ രീതികൾ ക്ലയന്റുകൾക്കും എന്ത് ചെയ്യുക,
പ്രൊഫഷണലും വിശ്വസനീയവുമായ സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ സാമൂഹ്യ പ്രവർത്തകർ അവരുടെ പ്രൊഫഷണൽ പ്രശസ്തിയും നിലനിർത്തേണ്ടതാണ്. ഇപ്പൊ സ്വയം തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യുക, ക്ലയന്റുകൾക്ക് പ്രൊഫഷണലും വിശ്വസനീയവുമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ സാമൂഹ്യ പ്രവർത്തകർ അവരുടെ പ്രൊഫഷണൽ പ്രശസ്തി നിലനിർത്തുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസസ് എന്ന് പറയുന്ന ലോസ് ഓഫ് ക്ലയന്റ് ട്രസ്റ്റ് ആൻഡ് ബിസിനസ്. അതായത് അവരുടെ അല്ലെങ്കിൽ സ്വയം തൊഴിലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സോഷ്യൽ വർക്ക് ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ലാണ്ട് സ്വയം പ്രാക്ടീസ് ചെയ്യുന്നവരുമുണ്ട്. ഇപ്പൊ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നവര് ക്ലയന്റിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ക്ലയന്റുകളുടെ വിശ്വാസവും ബിസിനസ്സും ഒക്കെ നഷ്ടപ്പെടും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ വർക്കേഴ്സും ഇതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ക്ലയന്റുകൾക്ക് പ്രൊഫഷണലും വിശ്വസനീയവുമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അവർ കറക്റ്റായിട്ട് ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലയന്റുകളുടെ വിശ്വാസവും ബിസിനസ്സും അവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നിരിക്കും. ഇപ്പൊ ക്ലയന്റുകൾക്ക് അവരുടെ വിശ്വാസവും ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ല രീതിക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പല നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ പല അങ്ങനെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ക്ലയന്റുകളുടെ ക്ഷേമം അല്ലാണ്ട് പ്രൊഫഷനിൽ നിന്ന് മാറി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിയമപരമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരിക്കാം. അത് കൂടാതെ സമൂഹത്തിലെ പ്രൊഫഷണൽ പ്രശസ്തിക്ക് സ്ഥാനത്തിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പൊ ഒരു സോഷ്യൽ വർക്കർ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി. അതായത് ക്ലിയർലി ഇൻഫോം ക്ലയന്റ് ഓഫ് ഫീസ്, സർവീസ് ആൻഡ് എനി അസോസിയേറ്റഡ് കോസ്റ്റ്. ട്രാൻസ്പെറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യത. അതായത് ആ ക്ലയന്റ് കൊടുക്കുന്ന ആ ഒരു സോഷ്യൽ വർക്കർ കൊടുക്കുന്ന സേവനത്തിന് ഫീസ്, എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്, അനുബന്ധ ചെലവുകൾ എന്തൊക്കെയായിരിക്കും എന്നിവയെ കുറിച്ച് ക്ലയന്റുകളെ വ്യക്തമായി അറിയിക്കണം. ആ ഒരു ഉത്തരവാദിത്തം ആ സോഷ്യൽ വർക്കറിനുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സെൽഫ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കർ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തമാണ് നമ്മൾ പറയുന്നത് ഒന്ന് ട്രാൻസ്പെറൻസി. അപ്പോൾ ക്ലയന്റിന്റെ ഫീസ്, സർവീസ്, അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കോസ്റ്റുകളെ കുറിച്ചൊക്കെ ക്ലയന്റിനെ ഇൻഫോം ചെയ്തിരിക്കണം. മറ്റൊന്ന് എത്തിക്കൽ പ്രാക്ടീസ് എന്നുള്ളതാണ്. എത്തിക്കൽ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ബൗണ്ടറീസ് ആൻഡ് അവോയ്ഡ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സെൽഫ് എംപ്ലോയ്മെന്റ്. അതായത് ധാർമ്മികമായിട്ടുള്ള ഒരു പരിശീലനം, പ്രൊഫഷണൽ അതിരുകൾ പാലിക്കുകയും സ്വയം തൊഴിൽ മേഖലയിലെ താല്പര്യവേദിയും ഒഴിവാക്കുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ട് എത്തിക്കൽ പ്രാക്ടീസ്, ധാർമ്മിക പരിശീലനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ensure accurate record keeping and compliance with the legal and ethical standards. അതായത് ധാർമ്മികപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നു ഉറപ്പുവരുത്തുന്നതിനായിട്ട് എന്താ ചെയ്യുക, ക്ലയൻസുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് ഒക്കെ നടപ്പിലാക്കുക, ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് കീപ്പിംഗ് ഒക്കെ നടപ്പിലാക്കുക. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ഈ ഒരു സെൽഫ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സോഷ്യൽ വർക്കേഴ്സ് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഏതൊക്കെയാണ്? ട്രാൻസ്പെറൻസി, എത്തിക്കൽ പ്രാക്ടീസ്, അക്കൗണ്ടബിലിറ്റി. Next, towards education and supervision or instruction. So, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് social workers involved in education supervision must provide instruction and guidance within their areas of expertise, ensuring that students and supervisors receive ethical and competent training. ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സോഷ്യൽ വർക്കേഴ്സ് വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ സൂപ്പർവിഷൻസിലും മേൽനോട്ടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ അവരുടെ വൈദഗ്ധ്യമുള്ള മേഖലകളിലെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. അതുവഴി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിനും ധാർമ്മികവും യോഗ്യതയുള്ളതുമായിട്ടുള്ള പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഹൈ സ്റ്റാൻഡേർഡ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻസ് ഹെൽപ് ഡെവലപ്പ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, ensuring they are well prepared to meet professional challenges. So, അതുവഴി വിദ്യാഭ്യാസത്തിലും മേൽനോട്ടത്തിലൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്നത് അടുത്ത തലമുറയിലെ സാമൂഹ്യ പ്രവർത്തകരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലേക്ക് സഹായിക്കും. അതുവഴി പ്രൊഫഷണൽ വെല്ലുവിളികളെ നേരിടാൻ നന്നായി എന്ത് ചെയ്യുന്നു, തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തില് എഡ്യൂക്കേഷൻ സൂപ്പർവിഷനും ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെടുത്തുന്ന നല്ല രീതിക്ക് എന്ത് ചെയ്യില്ല, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ അത്തരം ഏരിയ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഅഡിക്വേറ്റ് ട്രെയിനിങ് ഓഫ് ഫ്യൂച്ചർ സോഷ്യൽ വർക്കേഴ്സ്.
ഭാവിയിലെ സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം ലഭിക്കാതെ വരും ethical ബ്രീച്ചസ് ഇൻ ദ എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ പ്രോസസ്. അതായത് വിദ്യാഭ്യാസ മേൽനോട്ട പ്രക്രിയയിലെ ധാർമ്മിക ലംഘനങ്ങൾ നിർണ്ണയിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കും. അങ്ങനത്തെയുള്ള ചില നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാകും. ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കോമ്പറ്റൻസ് ഇൻ ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ഇതാണ് കോമ്പറ്റൻസ് ഇൻ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓൺലി ഇൻ ഏരിയാസ് വേർ ദേ ആർ കോമ്പറ്റന്റ് ആൻഡ് അപ് ടു ഡേറ്റ് വിത്ത് കറണ്ട് പ്രാക്ടീസസ്. അതായത് പ്രബോധനത്തിൽ അല്ലെങ്കിൽ കഴിവ്, അതായത് കോമ്പറ്റൻസ് ഇൻ ഇൻസ്ട്രക്ഷൻ എന്നുള്ള പ്രബോധനം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യുക, അവരെ ഇൻസ്ട്രക്ട് ചെയ്യാൻ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലയൻസിനെ ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ഓൺലി ഇൻ ഏരിയാസ് വേർ ദേ ആർ കോമ്പറ്റന്റ് ആൻഡ് അപ് ടു ഡേറ്റ് കറണ്ട് പ്രാക്ടീസസ്. അതായത് നിലവിലെ രീതികളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കറണ്ട് സിറ്റുവേഷനിലെ രീതികളുമായിട്ട് മാത്രം വിദ്യാഭ്യാസ മേൽനോട്ടവും നൽകുക എന്നുള്ളത്. അപ്പൊ സിറ്റുവേഷൻസിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ പ്രാപ്തം. മറ്റൊന്ന് ഫെയർ ഇവാലുവേഷൻ എന്നതാണ്. എന്താണ് ഫെയർ ഇവാലുവേഷൻ? ന്യായമായ വിലയിരുത്തൽ. വ്യക്തമായ മാനദണ്ഡങ്ങളുടെയും ധാർമ്മിക മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ന്യായമായി വിലയിരുത്തുകയും എന്ത് ചെയ്യുക, അവർ ന്യായമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫെയർ ഇവാലുവേഷൻ. അസസ് ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ഫെയർലി based on clear criteria and ethical standards. മറ്റൊന്ന് ബൗണ്ടറീസ്. ബൗണ്ടറീസ് means maintaining appropriate professional boundaries with the students and supervisors to prevent exploitation and harm. അതായത് ചൂഷണമോ ഉപദ്രവമോ തടയുന്നതിന് വിദ്യാർത്ഥികൾ സൂപ്പർവൈസർമാരും ഉചിതമായ പ്രൊഫഷണൽ അതിരുകൾ നിലനിർത്തുക എന്നതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നാപ്സിയുടെ കോഡ് ഓഫ് എത്തിക്സിൽ പ്രധാനമായും 10ഓളം ഏരിയകളെ കുറിച്ച്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഇടപഴകുന്ന 10ഓളം ഏരിയകളെ കുറിച്ചിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ 11 പറഞ്ഞത് കേട്ടോ, തെറ്റിപ്പോയതാണ്, സോറി കേട്ടോ. അപ്പോൾ 10ഓളം ഏരിയാസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ വർക്കർ ഡീൽ ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ഏരിയാസിനെ കുറിച്ച് പറയുന്നത്. ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ട കോൺസിക്വൻസസ്. അപ്പൊ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് പ്രകടിപ്പിക്കേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തായിട്ട് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടുവേർഡ്സ് റിസർച്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് ഫൈൻഡിംഗ് എന്നുള്ളത്. ഗവേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ വർക്കേഴ്സ്, അല്ലെങ്കിൽ ഗവേഷണവുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ വർക്കേഴ്സ് എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്, അവർ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അവരെന്തൊക്കെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതായത് ഇപ്പോ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകരെ അവരുടെ ഗവേഷണത്തിന്റെ സമഗ്രതയും അവരുടെ കണ്ടെത്തലുകളുടെ ഉചിതമായിട്ടുള്ള ഒരു പ്രചാരണം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അവരുടെ ജോലി വളരെ ധാർമ്മികമായിട്ട് നടത്തണം എന്നുള്ളത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ചില ഗവേഷണ രീതികൾ സാമൂഹിക പ്രവർത്തന മേഖലയുടെ വികാസത്തിന് അവർ നടത്തുന്ന ഈ ഗവേഷണ രീതികളിലൂടെ സംഭാവന നൽകുകയും ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ കണ്ടെത്തലുകള് വിശ്വസനീയവും പ്രയോജനകരവുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചില കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. Social workers engaged in research must conduct their work ethically, ensuring the integrity of their research and the appropriate dissemination of facts. The ethical research practices contribute to the development of the social work profession and ensure that research findings are reliable and beneficial. അപ്പോൾ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ഹാം റിസൾട്ടിംഗ് ഫ്രം അൺഎത്തിക്കൽ റിസർച്ച് പ്രാക്ടീസസ് എന്നുള്ളതാണ്. അതായത് തെറ്റായ വിവരങ്ങളും അധാർമികമായിട്ട് ഗവേഷണ രീതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ അധാർമികമായിട്ട് ആണ് ഈ റിസർച്ച് നടത്തുന്നതെങ്കിൽ അതിലൂടെ തെറ്റായ വിവരങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കും. അപ്പൊ അതൊരു കോൺസിക്വൻസ് ആണ്. ലോസ് ഓഫ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഇൻ ദ റിസർച്ച് കമ്മ്യൂണിറ്റി. അതായത് ഗവേഷണ പരമായിട്ട് ഗവേഷണത്തിന്റെ മേഖലയിൽ തന്നെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. ലീഗൽ ഇംപ്ലിക്കേഷൻ ഓഫ് വയലേറ്റിംഗ് റിസർച്ച് എത്തിക്സ്. അതുപോലെ തന്നെ എന്താണ് റിസർച്ച് എത്തിക്സിന്റെ വയലേഷൻ, നിയമപരമായിട്ടുള്ള റിസർച്ച് എത്തിക്സില് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള എന്താണ് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. കോൺസിക്വൻസസ്. ഇപ്പൊ ഗവേഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത് എത്തിക്കൽ റിസർച്ച്. അതായത് നൈതികമായിട്ടുള്ള
അതായത് പങ്കെടുക്കുന്നവരുടെ അല്ലെങ്കിൽ ആ ഗവേഷണത്തിൽ പങ്കെടുക്കുന്നവരുടെ അവകാശങ്ങളെ അന്തസ്സിനെയും ബഹുമാനിക്കുന്ന രീതിയിൽ ഗവേഷണം നടത്തുക. കണ്ടക്ട് റിസർച്ച് ഇൻ മാനർ ദാറ്റ് റെസ്പെക്ട് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പാർട്ടിസിപ്പൻസ്. അതുപോലെ തന്നെ ഇൻഫോംഡ് കൺസെന്റ്, അതായത് ഒബ്റ്റൈൻ വോളണ്ടറി ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഫ്രം റിസർച്ച് പാർട്ടിസിപ്പൻസ്. ആ റിസർച്ചിൽ പങ്കെടുക്കുന്നവരോട് എന്ത് ചെയ്യുക, അവരുടെ എന്ത് ചെയ്യുക, സമ്മതം തേടുക എന്നുള്ളത്, അവരിൽ നിന്ന് കൺസെന്റ് വാങ്ങുക. മറ്റൊന്ന് ഡിസമിനേഷൻ ഓഫ് ഫൈൻഡിങ്സ്, ആക്യുറേറ്റ്ലി റിപ്പോർട്ട് ആൻഡ് ഷെയർ റിസർച്ച് ഫൈൻഡിങ്സ്, ഗിവിംഗ് ക്രെഡിറ്റ് ടു കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് അക്കോർഡിംഗ് ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതായത് ഗവേഷണ കണ്ടെത്തലുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും പങ്കിടുകയും ചെയ്യുക. അതുപോലെ തന്നെ ആ ഗവേഷണത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ അംഗീകരിക്കുക. അതുപോലെ ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഗവേഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ ധാർമ്മികപരമായിട്ടുള്ള എന്താണ് ഫോക്കസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ വർക്കേഴ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് മസ്റ്റ് അഡ്വക്കേറ്റ് ഫോർ എത്തിക്കൽ പ്രാക്ടീസ് ആൻഡ് റിസോഴ്സസ് ദാറ്റ് സപ്പോർട്ട് ദ നീഡ്സ് ഓഫ് ക്ലയൻസ് ആൻഡ് സ്റ്റാഫ് വിത്തിൻ ദെയർ ഓർഗനൈസേഷൻസ്. അതായത് ഭരണപരമായ റോളുകളിലുള്ള സാമൂഹിക പ്രവർത്തകർ അവരുടെ സ്ഥാപനങ്ങളിലെ ക്ലയന്റുകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ധാർമ്മിക രീതികളും വിഭവങ്ങൾക്കും വേണ്ടി ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാമൂഹ്യ പ്രവർത്തന സംഘടനകളെ ഫലപ്രദവും നീതിയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ധാർമ്മിക ഭരണനിർവഹണം ഉറപ്പാക്കുന്നതിന് സാധ്യമാകുന്നുണ്ട്. അപ്പൊ അതുവഴി ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സൊസൈറ്റിയിൽ പ്രദാനം ചെയ്യപ്പെടും. ഇത്തരത്തില് സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ അധികാരത്തിലുള്ള ഭരണരംഗത്തിരിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് ഇത്തരത്തിൽ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ചില കോൺസിക്വൻസസ് അഥവാ അനന്തര ഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും. അധാർമികമായിട്ടുള്ള ഭരണനിർവഹണം, വിഭവങ്ങളുടെ ദുരുപയോഗത്തിലും ക്ലയന്റുകളുടെ ജീവനക്കാരെയൊക്കെ എന്താണ് അവരെ പാർശ്വവൽക്കരിക്കുന്നതിലേക്ക് സഹായിക്കും. അതുപോലെ തന്നെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ സ്ഥാപനത്തിന്റെ പ്രശസ്തിക്കുണ്ടാകുന്ന കേടുപാടുകൾക്കൊക്കെ കാരണമാകാം. ലീഗൽ കോൺസിക്വൻസസ് ആൻഡ് ഡാമേജ് ടു ഓർഗനൈസേഷൻസ് റെപ്യൂട്ടേഷൻ, റെഡ്യൂസ്ഡ് എഫക്റ്റീവ്നെസ് ഓഫ് സോഷ്യൽ വർക്ക് സർവീസസ്. സോ ഇതുപോലെ സാമൂഹ്യ സേവനങ്ങളുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്തിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ഏരിയയുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ വർക്കേഴ്സിനുള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോഴ്സ് അലോക്കേഷൻ ഒന്നാമത്. അതായത് എന്താണ് ഒരു ഭരണ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സോഷ്യൽ വർക്കർ എന്ത് ചെയ്യുക, വിഭവങ്ങൾ അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും തുല്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിരിക്കണം ശ്രമിക്കേണ്ടത്, അല്ലെ? അഡ്വക്കേറ്റ് ഫോർ ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. Next is supportive environment, അതായത് ensure that the workplace environment is conduct to ethical practice and compliances with professional standards. അപ്പൊ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജോലി സ്ഥലത്തെ അന്തരീക്ഷം ധാർമ്മിക പരിശീലനത്തിന് പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഉതകുന്നതാണെന്ന് ഉറപ്പുവരുത്തുന്നു. ആൻഡ് തേർഡ് വൺ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഫെസിലിറ്റേറ്റ് ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാഫ് ടു കീപ് ദം അപ്ഡേറ്റഡ് ഓൺ ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ മികച്ച രീതികളെ കുറിച്ച് ജീവനക്കാർക്ക് അപ്ഡേറ്റ് നൽകുന്നതിന് തുടർച്ചയായ പ്രൊഫഷണൽ വികസനം സാധ്യമാക്കുക. ഇതുപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ വർക്കേഴ്സ് പാലിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ആണ്. ടുവാർഡ്സ് അവർ സെൽഫ് ഓഫ് ബീയിങ് പ്രൊഫഷണൽ എന്നുള്ളതാണ് അടുത്തൊരു. ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സാമൂഹ്യ പ്രവർത്തകർ അവരുടെ കഴിവും ധാർമ്മിക പരിശീലനവും നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സ്വയം വിലയിരുത്തുകയും പ്രൊഫഷണൽ വികസനത്തിൽ തുടർച്ചയായിട്ട് ഏർപ്പെടുകയും ചെയ്യുന്നതാണ്. സോഷ്യൽ വർക്കേഴ്സ് മസ്റ്റ് കണ്ടിന്യൂസ്ലി എൻഗേജ് ഇൻ സെൽഫ് അസസ്മെന്റ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദെയർ കോമ്പറ്റൻസ് ആൻഡ് എത്തിക്കൽ. Ongoing self-reflection and development are essential for ensuring that social workers remain effective and ethical in their practice. അപ്പോൾ അത്തരത്തില് സാമൂഹ്യ പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങളെ ഫലപ്രദവും ധാർമ്മികതയുള്ളവരുമായിട്ട് തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് തുടർച്ചയായ ചില എന്താണ് സെൽഫ് അസസ്മെന്റുകൾ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് പ്രാക്ടീസുകളൊക്കെ നടത്തുന്നു എന്നുള്ളത്. സോ അത്തരത്തിൽ ചെയ്തില്ല എന്നെങ്കിൽ അവർക്ക് ചില കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും. അതായത് പ്രൊഫഷണൽ രംഗത്ത് അവർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു പോവുകയും അവർക്ക് എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയാതെ വരും. അതുപോലെ തന്നെ കാലഹരണപ്പെട്ട അറിവ് കാരണമോ ഒക്കെ അവർക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു വരില്ല. അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സെൽഫ് ഡെവലപ്മെന്റ് നടന്നില്ലെങ്കിൽ, പ്രൊഫഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് സെൽഫ് റിഫ്ലക്ഷൻ സെൽഫ് ഡെവലപ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പഴയ അറിവുകൾ വെച്ചിട്ട് അവർക്ക് പുതിയ കാര്യങ്ങളെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ ഡാമേജ് ടു പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ ആൻഡ് ക്ലയന്റ് ട്രസ്റ്റ്. അപ്പൊ ഇതെന്തിനൊക്കെ കാരണമാവുന്നു? അതായത് പ്രൊഫഷണൽ പ്രശസ്തിയുടെയും ക്ലയന്റിന്റെ വിശ്വാസത്തിലും ഒക്കെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നതാണ്. അതായത് ആ ഒരു സോഷ്യൽ വർക്കറുടെ പ്രൊഫഷണൽ പ്രശസ്തിയെ ബാഡായിട്ട് അഫക്ട് ചെയ്യും, ക്ലയന്റുമായിട്ടുള്ള റിലേഷനെയും ബാഡായിട്ട് അഫക്ട് ചെയ്യും.
വൺ സെൽഫ് ഓഫ് ബീയിങ് പ്രൊഫഷണലുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സോഷ്യൽ വർക്കർ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് നടത്തുക. സ്വയം വിലയിരുത്തി എന്ത് ചെയ്യുക? റെഗുലർലി അസസ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കണ്ടക്ട് എൻഷുർ അലൈൻ വിത്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ധാർമ്മികമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണോ പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് നമുക്ക് സ്വയം വിലയിരുത്തുക. പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്റെ പ്രൊഫഷണൽ ആ രീതിക്കാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ സ്വയം വിലയിരുത്തുക. അതൊരു ഉത്തരവാദിത്വം. മറ്റൊരു ഉത്തരവാദിത്വം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അതായത് ഇപ്പോ കാലഹരണപ്പെട്ട അറിവുകൾ കൊണ്ട് ചിലപ്പോ കറക്റ്റായിട്ടൊരു അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് എന്ത് ചെയ്യുക? നമ്മൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ സമകാലികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ വരുന്നു എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സാധ്യമാക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ഇന്റഗ്രിറ്റി, maintaining honesty, avoid conflict of interest, and uphold the highest standard of personal and professional. അപ്പോ എന്ത് ചെയ്യുക? അതായത് ഹോണസ്റ്റി, വളരെ മാന്യമായിട്ട് പെരുമാറുക, പ്രൊഫഷന് വളരെ പൊളൈറ്റ് ആയിട്ടൊക്കെ പെരുമാറുക, പ്രൊഫഷനെ അത്രയും നല്ല രീതിക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് കോൺഫ്ലിക്റ്റും ഒക്കെ സ്വന്തം താല്പര്യങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഇല്ലാണ്ടാക്കുക. ഇതൊക്കെയാണ് പേഴ്സണൽ ഇന്റഗ്രിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് സെൽഫ് അസസ്മെന്റ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പേഴ്സണൽ ഇന്റഗ്രിറ്റി, ഇത് മൂന്നും പ്രധാനമായും ഈ ഒരു മേഖലയുമായി അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സും ഫോക്കസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആണ്. സാമൂഹിക പ്രവർത്തകര് പ്രവർത്തകരുടെ ഒരു പ്രൊഫഷന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ആ പ്രൊഫഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാല്യൂസ്, എത്തിക്സ്, സ്റ്റാൻഡേർഡ്സിന്റെ അനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അതിനനുസരിച്ചിട്ട് വേണം അവരുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ടുവേർഡ്സ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പോൾ ഇത് കോഡ് ഓഫ് എത്തിക്സ്, നാപ്സി കൊണ്ടുവന്നിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സിന്റെ മറ്റൊരു ഏരിയ ആണ് ടുവേർഡ്സ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇറ്റ്സെൽഫ്. ഇതിലൂടെ സോഷ്യൽ വർക്കേഴ്സ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടു ദ അഡ്വാൻസ്മെന്റ് ഓഫ് ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ബൈ അപ്ഹോൾഡിംഗ് ഇറ്റ്സ് വാല്യൂസ്, എത്തിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ബൈ ഷെയറിംഗ് നോളജ് ആൻഡ് എക്സ്പെർട്ടീസ്. But strengthening the profession enhance its credibility and ensure that social work continues to meet societal needs effectively. അപ്പോൾ ഇത്തരത്തിലൊരു പ്രൊഫഷൻ എൻഹാൻസ്മെന്റിലൂടെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നമുക്ക് സൊസൈറ്റിയുടെ കറക്റ്റ് ആവശ്യങ്ങളെ നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മീറ്റപ്പ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഫഷനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് പ്രൊഫഷനെ എൻഹാൻസ് ചെയ്യുക. അതിലൂടെ മാത്രമേ സൊസൈറ്റിയുടെ കറക്റ്റ് ആയിട്ടുള്ള നീഡിനെ നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫേസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ പ്രൊഫഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രൊഫഷന്റെ വാല്യൂ, എത്തിക്സ്, സ്റ്റാൻഡേർഡ്സ് ഇതിനനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഫോക്കസ് ചെയ്ത് പോകാനായിട്ട്. അതാണ് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പൊ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ ചില കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം സോഷ്യൽ വർക്കേഴ്സിന്. ലൈക്ക് വീക്കണിങ് ഓഫ് ദ പ്രൊഫഷൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ആ ഒരു പ്രൊഫഷന്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം? നഷ്ടപ്പെട്ടു പോകാം. ലോസ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി. അതായത് ആ ഒരു പ്രൊഫഷന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാം, പബ്ലിക് ട്രസ്റ്റ് അല്ലെങ്കിൽ പൊതു വിശ്വാസ്യത നഷ്ടപ്പെടാം. അതുപോലെ തന്നെ ഹിൻഡ്രൻസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് നോളജ് ആൻഡ് പ്രാക്ടീസ്. അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അറിവ് അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസിലെ ഡെവലപ്മെന്റ് അത് തടസ്സങ്ങളാണ്. അത്തരത്തിലുള്ള ചില കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ആ ഒരു പ്രൊഫഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വളരെ ക്രെഡിബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബിഹേവ് ചെയ്യുക. അതായത് പ്രൊഫഷന്റെ വാല്യൂ, എത്തിക്സ്, സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. അതിലൂടെ സൊസൈറ്റിയുടെ കറക്റ്റ് നീഡ് എഫക്റ്റീവായിട്ട് മീറ്റപ്പ് ചെയ്യുക. അതാണ് ടുവേർഡ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്, സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്രൊഫഷണൽ അഡ്വക്കസി ആണ്. അതായത് അഡ്വക്കേറ്റ് ഫോർ ഹൈ സ്റ്റാൻഡേർഡ്സ് ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസ്. സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, ഇതിലൊക്കെ ഉയർന്ന നിലവാരത്തിന് വേണ്ടിയിട്ട് ബാധിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ അഡ്വക്കസി എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് നോളജ് ഷെയർ, അതായത് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ബൈ ഷെയറിംഗ് എക്സ്പെർട്ടൈസ് ആൻഡ് എൻഗേജിംഗ് ഇൻ പ്രൊഫഷണൽ ഡിസ്കഷൻ. അതായത് വൈദഗ്ധ്യം പങ്കുവച്ചും പ്രൊഫഷണൽ ചർച്ചകളിൽ ഏർപ്പെട്ടും സാമൂഹിക പ്രവർത്തനത്തിന്റെ വികസനത്തിന് സംഭാവന. മറ്റൊന്ന് എത്തിക്കൽ കണ്ടക്ട് എന്നതാണ്. Uphold and advance the ethical standards of the profession, protect its integrity and public trust. അതായത് തൊഴിലിന്റെ നൈതിക മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. അതിന്റെ സമഗ്രതയും അതുപോലെ തന്നെ പൊതുജന വിശ്വാസവും എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നുള്ളതാണ് എത്തിക്കൽ കണ്ടന്റ് എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
നാപ്സിയുടെ കോഡ് ഓഫ് എത്തിക്സിലെ മറ്റൊരു ഏരിയ ടുവേർഡ്സ് സൊസൈറ്റി, സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കിന്റെ എന്താണ് കോഡ് ഓഫ് എത്തിക്സിനെ അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ ടുവേർഡ്സ് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് മസ്റ്റ് വർക്ക് ടുവേർഡ്സ് ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി, അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതായത് സാമൂഹ്യ പ്രവർത്തകർ ഈ ഒരു സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കണം. അതിലൂടെ സാമൂഹിക നീതി, മനുഷ്യാവകാശങ്ങൾ, എല്ലാ സമുദായ അംഗങ്ങളുടെയും ക്ഷേമം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് സൊസൈറ്റൽ വെൽബീയിങ്, addressing social injustice and advocating for policies that benefit the community. അപ്പോൾ സാമൂഹ്യ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക അനീതികൾ പരിഹരിക്കുന്നതിനും സമൂഹത്തിന് പ്രയോജനകരമായ നയങ്ങൾക്കായിട്ട് വാദിക്കുന്നതിലും സാമൂഹ്യ പ്രവർത്തകർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, സമൂഹത്തിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതെ വരികയാണെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെർപെച്വേഷൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഇൻജസ്റ്റിസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ്, സമൂഹത്തില് എന്തുണ്ടാകും, അനീതി, അസമത്വവും തുടരും. അതുപോലെ തന്നെ നെഗ്ലക്ട് ഓഫ് വൾണറബിൾ ആൻഡ് മാർജിനലൈസ്ഡ് പോപ്പുലേഷൻ, ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു അവഗണന ഇൻക്രീസ് ആവും. ഫെയിലിയർ ടു കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, സമൂഹത്തിന്റെ പുരോഗതിക്കും സമൂഹത്തിലെ പ്രോഗ്രസ്, ഡെവലപ്മെന്റ്, വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാതെ വരും. ഇത്തരം ചില കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനായിട്ട് വരും. സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വക്കസി ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആണ് ഒന്നാമതായിട്ട്. അതായത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് വാദിക്കുക, അഡ്വക്കേറ്റ് ഫോർ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. സെക്കൻഡ് വൺ, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അതായത് എൻഗേജ് വിത്ത് കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻഹാൻസ് കളക്ടീവ് വെൽബീയിങ്. ഓക്കെ. തേർഡ് വൺ, emergency response, provide professional service during public emergencies to support those in needs. അതായത് പൊതു അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമുള്ളവരെ പിന്തുണയ്ക്കുന്നതിന് പ്രൊഫഷണൽ സേവനങ്ങൾ നൽകുക, അതാണ് ഈ എമർജൻസി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് ടുവേർഡ്സ് സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഇന്ത്യയിലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ, നാപ്സി, ഒരു ധാർമ്മികപരമായിട്ടുള്ള സംഹിത, നിയമസംഹിതകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കോഡ് ഓഫ് എത്തിക്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് ധാർമ്മികവും ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലൂടെയുള്ള ഒരു പ്രൊഫഷണൽ പെരുമാറ്റവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, സോഷ്യൽ വർക്ക് മേഖലയിൽ ധാർമ്മികവും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉറപ്പിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ഈ കോഡ് ഓഫ് എത്തിക്സ് നാപ്സി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇതിലൂടെ ഏകദേശം 10ഓളം ഏരിയാസിൽ, അതായത് സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന 10ഓളം ഏരിയാസ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ ഏരിയാസിലേക്ക് സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നാപ്സി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ കോഡ് ഓഫ് എത്തിക്സ്. അത്തരം കാര്യങ്ങളാണ് ആ ഒരു ഏരിയസിനെ കുറിച്ചിട്ട് നാപ്സി കൊണ്ടുവന്നിട്ടുള്ള ആ കോഡ് ഓഫ് എത്തിക്സും അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഏകദേശം 10 ഏരിയാസിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്തത്. സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന 10 ഏരിയാസും ആ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ടു ബി ക്ലയന്റ് അല്ലെ, ക്ലയന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം, ക്ലയന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിനുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമതായിട്ട് പ്രൊഫഷണൽ പൊളൈറ്റ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ് സോഷ്യൽ വർക്കേഴ്സ് പെരുമാറേണ്ടത്, അവരുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ എന്താണ് നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ, പ്രൊഫഷണൽ പ്രാക്ടീസ് സെറ്റിംഗ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ പെരുമാറണം, ആ ഒരു മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്താണ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇന്റർവെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണുള്ളത് എന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തൊക്കെ മറ്റൊരു കാര്യം എന്താണ് റിസർച്ചുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ റിസർച്ചാണ് പറഞ്ഞത്, റിസർച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ വർക്കേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു.
ആൻഡ് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡ്മിനിസ്ട്രേഷൻ, ടുവേർഡ്സ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അതുപോലെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്താണ് ഒരു പ്രൊഫഷണൽ ആകുക എന്നുള്ള അവരുടെ സ്വയം ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ വർക്കേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട അവരുടെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. ആൻഡ് അതിനുശേഷം നമ്മൾ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ആ ഒരു പ്രൊഫഷണലിലെ ഉള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് അതിനുശേഷം സമൂഹത്തോടുള്ള വ്യക്തി അല്ലെങ്കിൽ ആ സോഷ്യൽ വർക്കേഴ്സിന് അവർക്ക് സൊസൈറ്റിയോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ഡിസ്കസ് ചെയ്യും. പ്രധാനമായും 10 ഏരിയാസുകളാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ്, നാപ്സി മുന്നോട്ട് വെച്ച കോഡ് ഓഫ് എത്തിക്സുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്ന 10 ഏരിയകൾ. ആ ഏരിയകളിൽ അവർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാകേണ്ട റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.